ഹായ്, മോളിസ് ഗാർഡൻ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഒരു ബൊഗൈൻവില്ലയുടെ ഗ്രാഫ്റ്റിംഗ് വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് ചെയ്യാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഞാനിന്ന് ഇത് നല്ല വയലറ്റ് കളറാണ്, നല്ല കളറ്. അപ്പോൾ അതിലേക്ക് ഇതാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു നല്ലൊരു തണ്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ചെത്തി നല്ല വൃത്തിയായിട്ട് ചെത്തി എടുക്കുകയാണേ. എൻ്റെ രണ്ട് വശത്തെയും തൊലി അങ്ങനെ ഇരിക്കണം കേട്ടോ, തൊലി പോകരുത്. ഞാനൊരല്പം കറ്റാർവാഴയുടെ ജെല്ലൂടെ പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന തണ്ട് ഇതാണ്. ഇതിലേക്കാണ് ഞാൻ ഈ മഞ്ഞ കളറുള്ള ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നമുക്കിങ്ങനെ നടുക്ക് ഇത്രയും നീളത്തിൽ ഇത് ഇറങ്ങി നിൽക്കാനും മാത്രമുള്ളത് നമുക്ക് ചെയ്ത് കൊടുക്കണം. ഉണ്ടോ? അപ്പം ഇത് ഞാൻ അതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. അപ്പം ഞാനിത് അതിനായിട്ടൊരു ടൈ എടുത്തു. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. അത് നല്ല ടൈറ്റായിട്ടിരുന്നാലേ അത് ഈ തമ്മിൽ നല്ലതായിട്ട് പിടിക്കത്തുള്ളൂ. അതിൻ്റെ നല്ല ടൈറ്റായിട്ടിരിക്കണം. അപ്പം ഞാൻ ഇത് നല്ല ടൈറ്റാക്കി കൊടുത്തേ. നല്ല ടൈറ്റായി. ഇനി നമുക്കതിൻ്റെ ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നല്ലൊരു കവറിട്ട് നമുക്കിത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് ഇതിങ്ങനെ കെട്ടിക്കൊടുക്കാം. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കിത് ശരിക്കും ഒരു 10-15 ദിവസം കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് നന്നായിട്ട് നല്ല ചൂട് പിടിച്ച് വേര് പിടിച്ച് അപ്പോൾ ഇതിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്കത് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു. ഇത് ഇനി കുറേ ദിവസം നമുക്ക് തണലിൽ തന്നെ വെക്കാം കേട്ടോ. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ചൂടത്ത് ഇത് കരിഞ്ഞോ വാടിയൊക്കെ പോയെങ്കിലും എന്ത് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ നന്നായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതുണ്ടോ, നല്ല മജന്ത കളറാണ്. ഇത് നല്ല വയലറ്റ് നല്ല കളറാണ്. അപ്പോൾ അതിലേക്ക് ഞാനിത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് വീഡിയോ സക്സസ് ആയാൽ ഞാൻ എല്ലാവർക്കും അത് കാണിച്ചു തരുന്നതായിരിക്കും പിന്നീട്.
അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരെണ്ണം ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് അല്ലാതെ കമ്പ് കിളിപ്പിച്ചും നമ്മൾ കമ്പ് വെറുതെ കട്ട് ചെയ്ത് ഇതുപോലെ മണ്ണിനകത്ത് കുത്തി അങ്ങനെയും കിളിർപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ കിളിർത്ത് കിട്ടാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്കിത് 2-3 കളറ് ഇപ്പോൾ ഇത് വിജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു കമ്പിലേക്ക് മറ്റൊരു കളറും കൂടെ വെച്ച് കൊടുക്കാം. അപ്പം ഒരു 4-5 കളറ് ഒരു ചെടിയിൽ തന്നെ നിൽക്കുമ്പോൾ എത്ര ഭംഗിയാണ് കാണാനല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ ചെടിയെ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് വിജയമായിട്ട് കിട്ടിക്കഴിയുമ്പോൾ ഞാനിത് ബാക്കിയുള്ള തണ്ടുകളിലും ഒരു 2-3 കളറ് ഇതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു.